അടുത്ത കാലത്തായി ജപ്പാന് ഭീഷണിയായി ചൈന നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജപ്പാൻ്റെ ഒരു ആവശ്യം നാറ്റോ മോഡൽ സഖ്യം രൂപീകരിക്കണം ഏഷ്യയിൽ. അത് ഇന്ത്യയുടെ നേതൃത്വത്തിലാവണം. ഇന്ത്യയും US കൂടെ ചേർന്ന് ഈ ഒരു സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമാകും എന്നൊരു ആവശ്യം ജപ്പാൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അല്ല, ജപ്പാൻ ആ പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോട് കാണണം. കാരണം ജപ്പാൻ പറയുന്നത് ചൈനയുടെ ആക്രമണം അല്ലെങ്കിൽ ചൈനയുടെ ഒരു ചൊറിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ജപ്പാൻ മേഖലയിലുണ്ടാകുന്നു. അത് വ്യോമ മേഖലയുണ്ട്. തുടർച്ചയായിട്ട് ഈ വ്യോമ മേഖലയുടെ അതിർത്തികളുണ്ടല്ലോ, അതൊക്കെ ലംഘിച്ച് ചൈനയുടെ വിമാനങ്ങൾ അവിടേക്ക് വരുന്നു. അതുപോലെ തന്നെ പടക്കപ്പലുകളുടെ സാന്നിധ്യം ഈ ജപ്പാൻ മേഖലയിലേക്കൊക്കെ ഉണ്ടാകുന്നു. അത് വലിയ ഭീഷണി അവർക്ക് ഉയർത്തുന്നു. ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രാജ്യമൊന്നുമല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ലോകത്തെ വിറപ്പിച്ച രാജ്യങ്ങളിലൊന്നായിരുന്നു ജപ്പാൻ. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പോലും ജപ്പാനെ പേടിയായിരുന്നു. അപ്പോൾ ജപ്പാനും ചൈനയ്ക്ക് മുമ്പിലും അമേരിക്കയ്ക്ക് മുമ്പിലും ഒക്കെ ഉയർന്നു നിന്ന ജപ്പാൻ പിന്നീട് അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായി. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഏതാണ്ട് അവസാനം എന്ന് പറയുന്നത് ഈ പേൾ ഹാർബറിനെ ജപ്പാൻ ആക്രമിക്കുന്നുണ്ട്. അതിന് തിരിച്ചടി എന്ന നിലയിൽ അമേരിക്ക അവിടെ കൊണ്ട് 2 ആറ്റം ബോംബ് ഇട്ടു, ഹിരോഷിമയിലും നാഗസാക്കിയിലും. അതോടുകൂടി ജപ്പാൻ്റെ ഏതാണ്ട് ഒരു നാശം അവിടെ സംഭവിക്കുകയാണ്. സന്തതി പരമ്പരകൾക്ക് വരെ ഇന്നും അതിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ജപ്പാൻ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് പിന്നോട്ട് പോയി. അമേരിക്കയുമായിട്ടുള്ള ചില ഉടമ്പടികളുമുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായിട്ടാണ് ജപ്പാൻ നിലകൊള്ളുന്നത്. ഇപ്പം ജപ്പാൻ നോക്കുമ്പോൾ നാറ്റോ മോഡൽ ഒരു സഖ്യമുണ്ടെങ്കിൽ ഈ ചൈന തങ്ങളെ ചൊറിയാൻ വരില്ലല്ലോ. അപ്പോൾ ഈ വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വികസിത രാജ്യങ്ങളിലേക്ക് കുതിക്കുന്നതിൽ മുൻപന്തിയിലാണ് ഇന്ത്യ. അപ്പോൾ ഒരു സൂപ്പർ പവറായി മാറുന്ന ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു നാറ്റോ മോഡൽ സഖ്യം ഉണ്ടാകണമെന്ന് ജപ്പാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ജപ്പാൻ ഈ സഖ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇന്ത്യയും വേണം അമേരിക്കയും വേണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സഖ്യമുണ്ടെങ്കിൽ ചൈന എന്തെങ്കിലും ആക്രമണമായിട്ട് വന്നാൽ ഈ ഏഷ്യൻ നാറ്റോ ഉണ്ടല്ലോ, അത് അവരെ ആക്രമിച്ചേക്കും, അല്ലെ തിരിച്ചടിക്കും. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന നാറ്റോ സഖ്യം എന്ന് പറയുന്നത് 37 രാജ്യങ്ങളും. ഈ സഖ്യത്തിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അതിനകത്ത് കയറി ഇടപെടും. അപ്പോൾ അതിന് സമാനമായ ഒരു ഇടപെടൽ വേണമെന്നാണ് ജപ്പാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ജപ്പാൻ്റെ ഒരു ചരിത്രവും ജപ്പാൻ്റെ ഒരു സാമൂഹ്യ രീതിയുമല്ല ഇന്ത്യയുടേതെന്ന് വിദേശകാര്യമന്ത്രിയായ S ജയശങ്കർ തുറന്നടിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു നാറ്റോ സഖ്യം ഒന്നും രൂപീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നമ്മുടെ വിദേശകാര്യ നയം അതിനപ്പുറത്തേക്കാണ്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ അത് നേരിടാൻ നയതന്ത്ര തലത്തിൽ നമുക്ക് കൃത്യമായ രൂപരേഖയൊക്കെ ഉണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് അത് പരിഹരിക്കുകയും ചെയ്യും. പക്ഷേ ജപ്പാൻ അത് സാധിക്കുന്നില്ല. അപ്പോൾ ജപ്പാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം, നമ്മൾക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നു. അപ്പോൾ ജപ്പാൻ പറയാണ് അപ്പോൾ അമേരിക്കയും കൂടെ നിന്നാൽ നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അമേരിക്ക പറയുന്നു ഇന്ത്യ ഇല്ലെങ്കിൽ ഞങ്ങളും ഇതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയും കൂടെ നിൽക്കൂ എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകത്തിലെ വലിയ ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു. ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത്, വിഷൻ, അതുപോലെ തന്നെ നാളത്തേക്കുള്ള കാഴ്ചപ്പാട്, ലക്ഷ്യം നേടാനുള്ള കോൺഫിഡൻസ്, നയതന്ത്രപരമായ ഇടപെടൽ, ഇതെല്ലാം തന്നെ ഇന്ത്യയെ ലോകരാജ്യങ്ങൾ തന്നെ ശ്രദ്ധേയമാക്കി മാറ്റുകയാണ്. അങ്ങനെയുള്ള ശ്രദ്ധേയമായ ഒരു രാജ്യത്തിൻ്റെ പിന്തുണയോടുകൂടി ഒരു നാറ്റോ മോഡൽ സഖ്യമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ജപ്പാൻ വേണം, സൗത്ത് കൊറിയ വേണം, അതുപോലെ തന്നെ ഓസ്ട്രേലിയയും കൂടെ ഉൾപ്പെടുത്തണം, വിയറ്റ്നാം, ഇന്ത്യ, ഫിലിപ്പൈൻസ് തുടങ്ങി ഈ സൗത്ത് ചൈന കടലിൻ്റെ ഭാഗത്തുള്ള ആസിയാൻ രാജ്യങ്ങളെ വരെ ഉൾപ്പെടുത്താമെന്ന് പറയുന്നത്. ഇതിനകത്തൊക്കെ ഇന്ത്യയും അമേരിക്കയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സഖ്യത്തിന് ശക്തിയുള്ളൂ. അപ്പോൾ ജപ്പാൻ ഇങ്ങനെ ഒരു ആവശ്യം വെക്കുന്നു, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അതിനെ നിരസിക്കുന്നു. ഒപ്പം ജപ്പാനിലെ അമേരിക്ക കൂടെ വന്നാൽ ഇന്ത്യക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാകും. ഇന്ത്യക്ക് വേണ്ട. ഇന്ത്യ പറയുന്നത് ഇന്ത്യക്ക് അല്ലാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അറിയാലോ. ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം ഇന്ത്യക്കില്ല. അത് ജപ്പാന് വേണ്ടിയിട്ട് ജപ്പാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. അതെ, ജപ്പാൻ സജസ്റ്റ് ചെയ്യുന്ന. ഇന്ത്യക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇന്ത്യ അത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഇന്ത്യ ഒരു രാജ്യങ്ങളുമായിട്ടും യുദ്ധം ചെയ്യാൻ പോകില്ല. പക്ഷെ നമ്മളെ ആരെങ്കിലും ചൊറിയാൻ വന്നാൽ നമുക്ക് മാന്താനുള്ള ശക്തി നമ്മുടെ കയ്യിലുണ്ട്, നയതന്ത്രപരമായി ഇടപെടാനുണ്ട്. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിലും ഇന്ത്യയാണ് ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ വരുന്നത്. അപ്പോൾ മധ്യസ്ഥ ശ്രമത്തിലും ഇന്ത്യയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലൊരു സഖ്യത്തിൻ്റെ ആവശ്യം നമ്മൾക്കില്ല. ജപ്പാൻ അങ്ങനെ ഉണ്ടാകാം എന്നാണ് ഇവർ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ വേറിട്ട് നിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ സഖ്യം വേണ്ട എന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന ഒരു വലിയ ശക്തിയാകാൻ ശ്രമിക്കുന്നുണ്ട്. കാലങ്ങളായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ആധിപത്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാണ്. കാരണം ഇന്ത്യക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അതിർത്തിയുണ്ട്, പക്ഷേ ചൈനയ്ക്കില്ല. അപ്പോൾ ചൈന എന്തെടുത്തു? ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും അതുപോലെയുള്ള മാലദ്വീപിനെയും ശ്രീലങ്കയൊക്കെ കൂട്ടുപിടിച്ച് അവിടെ സൈനിക താവളങ്ങളും നാവിക താവളങ്ങളൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെ അവിടെ ഒരു ശക്തിയാകാൻ ശ്രമിച്ചു. അന്നേരം ഇവിടെ ക്വാഡ് ഉച്ചകോടി എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് നടന്നു. അതിലുള്ള
പിന്നിലുള്ളത് ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ജപ്പാനുമാണ്. അപ്പോൾ ഓസ്ട്രേലിയ ഈ നാവിക മേഖലയിൽ ഒരു വലിയ ശക്തിയാണ്. അപ്പോൾ ചൈന എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ പുറകെ നടന്ന് വാച്ച് ചെയ്യുന്ന ടീമാണ് ഈ ഓസ്ട്രേലിയ. അതായത് അവരുടെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് സീയിലേക്ക് അനധികൃതമായ ഇടപെടലുണ്ട്. അവരുടെ മുങ്ങിക്കപ്പലുകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു, അവരുടെ നേവി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കണം. അപ്പോൾ ഈ ക്വാഡ് ഉച്ചകോടിയിൽ കൃത്യമായൊരു തീരുമാനമെടുത്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈനീസ് മേഖലയിലുമൊക്കെ ചൈനയുടെ പടക്കപ്പലുകൾ അനധികൃതമായി ഇടപെട്ടാൽ അവർക്ക് കൃത്യമായ വാണിംഗ് കൊടുക്കണം. നമ്മൾ ഇനി ഇവരെ കൃത്യമായി നിരീക്ഷിക്കണം. അതിനുവേണ്ടി കരയിലും കടലിലുമൊക്കെ നിരീക്ഷിക്കാൻ കഴിയുന്ന പുതിയ ഡ്രോണുകൾ വെക്കണം. ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും തമ്മിൽ കോസ്റ്റ് ഗാർഡുകളുടെ സേവനം പരസ്പരം ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് ഓസ്ട്രേലിയ പറയുകയാണ് ഇന്ത്യക്ക് വേണമെങ്കിൽ ഓസ്ട്രേലിയയുടെ നാവിക താവളങ്ങൾ ഉപയോഗിക്കാം, തിരിച്ച് ഓസ്ട്രേലിയ ഇന്ത്യയുടെ നാവിക താവളങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ആധിപത്യം അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ജപ്പാനും കൂടെ ചേരുന്നു. ജപ്പാനും ചൈനയായിട്ടും കുറച്ച് അതൃപ്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ജപ്പാൻ വളർന്നത് ചൈനയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അടുത്ത ലക്ഷ്യം എന്ന നിലയിൽ ജപ്പാനെ പോയി ചൊറിയുന്നത്. ജപ്പാനെന്നല്ല, വേറെ ആര് വളരുന്നതും ചൈനയ്ക്ക് താല്പര്യമില്ല. ഇല്ല, പക്ഷേ ഇവിടെ ഇപ്പോൾ പേടിക്കുന്ന ജപ്പാനാണ്. കാരണം ഒരു വലിയ ശക്തിയായിരുന്ന രാജ്യം ഇപ്പം സാമ്പത്തികമായിട്ടൊക്കെ ശക്തമാണെങ്കിലും ഈ സൈനികപരമായിട്ട് കുറച്ച് പിന്നോക്കമാണ്. അമേരിക്ക പറയുന്നതൊക്കെ കേട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ക്വാഡ് സഖ്യത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടെ വന്നപ്പോഴത്തേക്കും ഇവർ ഇതിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ വീണ്ടും ജപ്പാൻ ഒരു ശ്രമമൊക്കെ നടത്തി എങ്ങനെയെങ്കിലും ഒരു സഖ്യം ഇന്ത്യയുമായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ നയം നമ്മൾ വ്യക്തമാക്കി. നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ ഒരു ഏഷ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നാറ്റോ നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്താ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു നാറ്റോ സഖ്യം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഈ ശ്രീലങ്കയും ബംഗ്ലാദേശിനെയും മാലദ്വീപിനെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു നാറ്റോ സഖ്യത്തിൻ്റെ തലപ്പത്തേക്ക് വരാം. അതിനപ്പുറത്തേക്ക് പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഭൂട്ടാനെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഭൂട്ടാനിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ അവർ ഒരു സാമന്ത രാജ്യം എന്ന നിലയിൽ നമുക്കൊപ്പം നിൽക്കുന്നു. അല്ലാതെ ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങളെ സംരക്ഷിച്ചാലുള്ള പ്രശ്നം വലിയ ദുരന്തങ്ങളാകും. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ സെലൻസ്കി ഒരു നിർണായക നിലപാടെടുത്തു, ഈ യുദ്ധവുമായി മുന്നോട്ട് പോകണമെന്ന്. അതൊരു മണ്ടത്തരമായ തീരുമാനമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എന്തുപറ്റി, റഷ്യ ഇവരെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഉക്രൈൻ ഈ നാറ്റോ സഖ്യത്തിലില്ല, ഉണ്ടായിരുന്നെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇടപെട്ടേനെ. അപ്പോൾ മണ്ടത്തരം തീരുമാനങ്ങൾ ചില ഭരണ തലവന്മാരെടുക്കും. ഇപ്പോൾ ജപ്പാൻ പറയുന്ന പോലെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ അമേരിക്കയൊക്കെ ഉൾപ്പെടെ ഒരു നാറ്റോ സഖ്യം ഉണ്ടാക്കുന്നു. ഈ സഖ്യത്തിന് നേരെ ചൈനയോ മറ്റൊരു രാജ്യമോ ആക്രമിച്ചാൽ ഈ ഏഷ്യൻ നാറ്റോ സഖ്യങ്ങൾ ഒരുമിച്ച് അവരെ ആക്രമിക്കണം. പക്ഷേ ഈ ഭരണത്തലവന്മാർ ഒരു മണ്ടത്തരമാണ് എടുക്കുന്നതെങ്കിലോ, ഇപ്പം ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുപോലെ അല്ലെ ഇറാൻ ഈ മിസൈൽ തൊടുത്തതുപോലെ ഒരു ഭരണാധികാരി തെറ്റായ ഒരു തീരുമാനം എടുത്താൽ പോലും ഈ നാറ്റോയുടെ സഖ്യം കൂടെ നിൽക്കേണ്ടി വരും. അതൊരു വലിയ അപകടമല്ല. അതെ, അത് അപകടമാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. അതാണ് നയതന്ത്ര മേഖലയിലെ നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് നമ്മൾ അതിനോട് കൂടെ യോജിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം തിരിച്ചടികളോട് നമ്മൾ താല്പര്യമില്ല. അപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളുടെ എയർ സ്പേസ് കടന്ന് ചൈന കയറുന്നുണ്ട്, ഞങ്ങളുടെ ഈ കടലോര മേഖലയിൽ വലിയ രീതിയിൽ ചൈന ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സൗത്ത് ചൈന കടലിടുക്കിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഫിലിപ്പൈൻസുമായിട്ടൊരു തർക്കമുണ്ട്. അപ്പോൾ ഫിലിപ്പൈൻസിന് വേണ്ടിയും ഫിലിപ്പൈൻസ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഒപ്പം തായ്വാൻ മേഖലയിലും ചൈനയുടെ കടന്നുകയറ്റമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വിരുദ്ധമായി നിൽക്കുക ചൈനയ്ക്കെതിരെ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജപ്പാൻ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനോട് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ഈ നാറ്റോ എന്ന് പറയുന്ന അംഗരാജ്യത്തിൽ അല്ലാത്തത് കൊണ്ടാണ് ഉക്രൈന് നേരെ റഷ്യ ആക്രമണം നടത്തിയത് എന്ന് പറയുന്ന പോലെ നമ്മളൊരു നാറ്റോ സഖ്യം ഏഷ്യയിൽ രൂപീകരിക്കുമ്പോൾ ഈ ജപ്പാൻ തന്നെ ഒരു മണ്ടത്തരം കാണിച്ചാലും നമ്മളവരെ പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷമായിട്ട് തന്നെ പിന്തുണയ്ക്കേണ്ടി വരും. അത് നമുക്ക് സൈനികപരമായി സാമ്പത്തികപരമായി വലിയ നഷ്ടങ്ങളുണ്ടാക്കും. അത്തരം ഒരു നഷ്ടത്തിന് ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകില്ല എന്നാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ജപ്പാൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യയെ ഭാഗമാക്കി ഓസ്ട്രേലിയ ഉൾപ്പെടുത്തി അമേരിക്ക ഉൾപ്പെടുത്തി വന്നു കഴിഞ്ഞാൽ ചൈന പേടിക്കും. ഇത് പറയാനുള്ള കാര്യം ഈ ക്വാഡ് ഉച്ചകോടിയിൽ ഇന്ത്യയുടെ ഒരു സാന്നിധ്യത്തിൽ നിന്ന് ജപ്പാൻ പല കാര്യങ്ങളും മനസ്സിലാക്കി. കാരണം ഓസ്ട്രേലിയ എങ്ങനെയാണ് ഇന്ത്യയോട് ഇടപെടുന്നത്, ഈ അമേരിക്ക എങ്ങനെയാണ് ഇന്ത്യയോട് ഇടപെടുന്നത്. ഇപ്പം ജോ ബൈഡൻ എന്ന് പറയുന്ന പ്രസിഡന്റിന് ഇന്ത്യയോട് അത്ര താല്പര്യമില്ലെങ്കിലും നിലവിൽ റഷ്യയെ ഒന്ന് എതിർക്കാൻ അല്ലെങ്കിൽ ചൈനയ്ക്ക് നാളെ ഒരു വലിയ ഭീഷണിയെ ഉയർന്നു വരാൻ കഴിയുന്ന രാജ്യം ഇന്ത്യയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യയുമായി വലിയ താല്പര്യമൊക്കെ കാണിച്ചത്. ഈ ക്വാഡിൻ്റെ അടുത്ത ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാൽ അന്ന് ഒരുപക്ഷെ ജോ ബൈഡൻ ആയിരിക്കില്ല പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റ്, ഒന്നീ കമലാ ഹാരിസോ ഡൊണാൾഡ് ട്രംപോ വരും. എന്നിട്ട് പോലും ഇന്ത്യയുമായുള്ള ആശയവിനിമയം അപ്പോൾ ജപ്പാൻ മനസ്സിലായി ഇത് വളരെ നല്ലൊരു കാര്യമാണെന്ന്. മാത്രമല്ല ഓസ്ട്രേലിയയുമായി ഇന്ത്യ തന്ത്രപരമായ ഒരു ബന്ധം സ്ഥാപിച്ചു. അപ്പം സമുദ്ര മേഖലയിൽ ഇന്ത്യ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇറാനിലും ഇസ്രയേലിലും ഉൾപ്പെടെ നമുക്ക് തുറമുഖങ്ങളുണ്ട്. ഈ തുറമുഖങ്ങൾ എന്ന് പറയുന്നത് സൈനിക താവളങ്ങളാണ്. ഒപ്പം കെനിയയിൽ നമുക്കൊരു വിമാനത്താവളമുണ്ട്, മൗറീഷ്യസിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇന്ത്യ നയതന്ത്രപരമായി എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾക്ക് സ്വീകാര്യമായി മാറുന്നതെന്ന് ജപ്പാൻ മനസ്സിലാക്കി. അപ്പോൾ അവർ പല കാര്യങ്ങളും മുന്നിലേക്ക്
എത്തുമ്പോൾ അസൂയ പൂണ്ട ഒരു രാജ്യം ചൈനയാണ്. അപ്പോൾ ചൈന ഇവരെ ആക്രമിച്ചേക്കുമോ എന്നൊരു ഭയമുണ്ട്. അപ്പോൾ സൈനികപരമായ ഒരു ശക്തിയല്ല ജപ്പാൻ. അവരെ സഹായിക്കണമെങ്കിൽ അമേരിക്ക, സാമന്ത രാജ്യമാണല്ലോ അമേരിക്കയുടെ, അവർ സഹായിക്കണം. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരു സഖ്യകക്ഷികൾ അവിടേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ മുന്നിൽ നിന്ന് നയിക്കും. അതാണ് ജപ്പാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എത്രത്തോളം സ്വീകാര്യമായിട്ടാണ് ലോകരാജ്യങ്ങൾ എല്ലാ ലോകരാജ്യങ്ങളുമായും ഇന്ത്യ പുലർത്തി പോകുന്നത് ഒരു നല്ലൊരു ബന്ധം തന്നെയാണല്ലോ. അതുകൊണ്ടായിരിക്കാം ജപ്പാൻ ഇങ്ങനെ ഇന്ത്യയെ തന്നെ പരിഗണിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, അതുപോലെ സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ജപ്പാന് സമാനമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇന്ത്യയോട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ല. ഇപ്പം ജപ്പാന് പറയാൻ കഴിയുന്നത് ക്വാഡ് ഉച്ചകോടിയിൽ പോയി ഇന്ത്യയും ഓസ്ട്രേലിയയും അമേരിക്കയും ഒക്കെ തമ്മിൽ ചർച്ച നടത്തിയപ്പോഴാണ് ഇന്ത്യയുടെ ഒരു തുറന്ന സമീപനം അവർക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ സമുദ്ര മേഖലയിൽ ഇന്ത്യ കാണുന്ന ഒരു കാഴ്ചപ്പാട്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഇന്ത്യയെ ചൊറിയാനായിട്ട് ചൈന ശ്രമിച്ചാൽ ഈ ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ഒരു കപ്പൽ ഗതാഗതവും നടക്കില്ല. ചൈനയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകും. ഈ ശക്തമായ തിരിച്ചടി നൽകുന്നത് എങ്ങനെയാണെന്ന് ഈ ജപ്പാൻ നോക്കിയപ്പോൾ അമേരിക്കയുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു സഖ്യത്തിൽ. റഷ്യയുമായി ആയുധ ഇടപാടുണ്ട്, ഉക്രൈനുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇനി അപ്പുറത്തേക്ക് മാറിയല്ലോ ഇസ്രായേലുമായി ടെക്നോളജിയുടെ കാര്യത്തിൽ വലിയ ബന്ധം, ഇറാനിലുമുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇറാനിലേക്ക് 2 യുദ്ധക്കപ്പലുകൾ അയക്കുന്നു. അപ്പോൾ നാവിക മേഖലയിൽ, വ്യോമസേന മേഖലയിലൊക്കെ തന്നെ ഇന്ത്യ നല്ല ശക്തിയാണ്. പക്ഷേ ഇന്ത്യ യുദ്ധത്തെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് ലോക നേതാക്കൾക്കിടയിൽ സ്വീകാര്യനായതെന്ന് ജപ്പാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ജപ്പാൻ ഈ ആവശ്യം ഉന്നയിച്ചത്. എങ്ങനെയെങ്കിലും നമുക്ക് ചൈനയെ എതിർക്കാൻ വേണ്ടി, ചൈനയുടെ ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി നാറ്റോ മോഡൽ ഒരു സഖ്യം വേണമെന്ന്. പക്ഷേ വിദേശകാര്യ മന്ത്രിയായ ജയശങ്കർ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു സഖ്യത്തിനില്ല, വേണമെങ്കിൽ ഏഷ്യയിലെ രാജ്യങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ ഒരു സഖ്യമൊക്കെ ആകാം. അപ്പം ജപ്പാൻ അത് തിരിച്ചറിഞ്ഞു. ജപ്പാനിലെ മന്ത്രിമാർ പറഞ്ഞു, ശരി, ഞങ്ങൾ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചതാണ്, ഇപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു. ഇപ്പം നാറ്റോ മോഡൽ ഏഷ്യയിൽ ഇന്ത്യയും അമേരിക്കയും ചേർന്നൊരു സഖ്യം വേണമെന്നില്ല എന്ന് ജപ്പാനും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.